ഹലോ, ഒന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നിങ്ങളുടെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ റെഡിയാണോ കൂട്ടുകാർ നോക്കാൻ? ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് ബുക്കിലെ കുറച്ച് ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റീസ് ആക്ച്വലി നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിലുള്ള അതേപോലൊക്കെ തന്നെയാണ് നിങ്ങളുടെ എക്സാമിന് വരിക. അതുകൊണ്ടാണ് അത് മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി ഒരു ഡിസ്ക്രിപ്ഷനാണ് എഴുതാനുള്ളത്. പോളീസ് ഫ്രണ്ട്സ് ആർ ഗോയിങ് ടു വിസിറ്റ് പോളീസ് ഹൗസ്. എന്താണ്? പോളിയുടെ ഫ്രണ്ട്സൊക്കെ പോളീസിൻ്റെ ഹൗസിലേക്ക് പോവുകയാണ്, പോളീനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഡിസ്ക്രൈബ് ദ പിക്ചർ. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചർ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പിംഗ് വേർഡ്സ് തന്നിട്ടുണ്ട്. എലിഫൻറ്റ്, റാബിറ്റ്, ഡക്ക്, ഫ്രൂട്ട്സ്, ബാസ്ക്കറ്റ്, കോക്കനട്ട് ട്രീ, പോളീസ് ഹൗസ്, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ എഴുതാൻ പറ്റും കൂട്ടുകാരെ? ഇവിടെ ഈ പിക്ചറിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. ആരൊക്കെയാണ് പോളിയുടെ ഫ്രണ്ട്? അത് നമുക്ക് ആദ്യം എഴുതാം. എങ്ങനെ എഴുതുക? പോളീസ് ഫ്രണ്ട്സ് നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, പോളി ദെൻ എന്ത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അപ്പോസ്ട്രോഫി എസ്, പോളീസ് ഫ്രണ്ട്സ്, FRIEND, ഫ്രണ്ട്സ്. എന്നിട്ടോ ആർ എന്ന് കൊടുക്കുക. എന്നിട്ട് പോളീസ് ഫ്രണ്ട്സ് ആരൊക്കെയാണ് എഴുതേണ്ടത്? എലിഫൻറ്റ്, റാബിറ്റ് ആൻഡ് ഡക്ക് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, പോളീസ് ഫ്രണ്ട്സ് ആർ എലിഫൻറ്റ്. കൂട്ടുകാർ സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണം കേട്ടോ. എലിഫൻറ്റ്, റാബിറ്റ് ആൻഡ് ഡക്ക്. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് പിന്നെ എന്താ എഴുതുക? ഇവിടെ റാബിറ്റ് എന്താ ചെയ്യുന്നത്? ഇവിടെ അടുത്ത് തന്നിട്ടുള്ള ഫ്രൂട്ട്സും ബാസ്ക്കറ്റും ആണല്ലേ. അപ്പോൾ അത് ആരുടെ കയ്യിലാണ്? റാബിറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് എഴുതാം ദ റാബിറ്റ് ഈസ്. റാബിറ്റ് എന്താ ചെയ്യുന്നത്? അത് പിടിച്ചിരിക്കുകയാണല്ലേ. പിടിക്കുക എന്നുള്ളത് നമ്മൾ ഹോൾഡ് ചെയ്യുക എന്നാ പറയുക അല്ലേ. ദ റാബിറ്റ് ഹോൾഡിങ് fruits in a basket. പിന്നെന്താണ്? കോക്കനട്ട് ട്രീ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? there is a coconut tree. എന്നിട്ട് നമുക്ക് ആൻഡ് പോളീസ് ഹൗസ് എന്നും കൂടി എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ they are going to എങ്ങോട്ടാണ് പോകുന്നത്? പോളീസ് ഹൗസ് എന്നും കൂടെ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത്. എന്തൊക്കെയാണ് നമ്മൾ എഴുതിയത്? പോളീസ് ഫ്രണ്ട്സ് ആർ എലിഫൻറ്റ്, റാബിറ്റ് ആൻഡ് ഡക്ക്. The rabbit is holding fruits in a basket. There is a coconut tree. They are going to police house. Okay, ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 2 ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ എന്താണ്? ഒരു റിഡിൽസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. റിഡിൽസ് എന്ന് പറഞ്ഞാൽ കടങ്കഥ. നമുക്ക് വായിച്ച് നോക്കാം. ഐ ആം എ വെജിറ്റബിൾ. ഞാനൊരു വെജിറ്റബിൾ ആണ്. ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്. എന്താണ്? ഞാൻ ഷേപ്പിൽ റൗണ്ടാണ്, അഥവാ വട്ടത്തിലുള്ള സാധനമാണ്. ഐ ആം റെഡ് ഇൻ കളർ. എൻ്റെ കളർ എന്ന് പറയുന്നത് റെഡാണ്. ആരാണത് കൂട്ടുകാരെ? വെജിറ്റബിൾ ആണ്, റൗണ്ട് ഷേപ്പാണ്, കളർ റെഡാണ്. ആരാണ്? യെസ്, ആരാണെന്നാ പറഞ്ഞേ? ടൊമാറ്റോ. അപ്പം നമുക്കിവിടെ എഴുതാം ടൊമാറ്റോ. അതാണ് ടൊമാറ്റോ. ഇനി ബി നോക്കൂ. ഐ ആം എ വെജിറ്റബിൾ. ഞാനൊരു വെജിറ്റബിൾ ആണ്. ഐ ആം ഓറഞ്ച് ഇൻ കളർ. ഓറഞ്ച് കളറിലാണുള്ളത്. റാബിറ്റ്സ് ലൈക്ക് മീ മോർ. റാബിറ്റിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ആം സ്വീറ്റ് ഇൻ ടേസ്റ്റ്. ടേസ്റ്റിൽ ഞാൻ കുറച്ച് സ്വീറ്റാണ്. ആരാണ്? റാബിറ്റിന് ഇഷ്ടമുള്ള ഒരാളേ ഉള്ളൂ. അതാരാ? ക്യാരറ്റാണ്. വെരി ഗുഡ്. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാമല്ലേ ക്യാരറ്റ്. അപ്പം നമുക്ക് ക്യാരറ്റ് എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. റെഡിയാണോ? We are going to next one. Identify the birds and describe its colors, size and features. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. This is a crow. ഇതെന്താണ്? ക്രോ ആണ്. ഇതിൻ്റെ കളർ എന്താണ്? ബ്ലാക്ക്. ഇറ്റ്സ് എ ബ്ലാക്ക്. It has 2 wings. 2 വിങ്സ് ഉണ്ട്. It has 2 legs. 2 legs ഉണ്ട്. It has
2 സ്മോൾ ഐസ്, 2 സ്മോൾ ഐസ് ഉണ്ട്. ഇറ്റ് ഹാസ് എ പീക്ക് എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ, പീക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ടൈലും ഉണ്ട്. അപ്പോൾ ഇതുപോലെ അടുത്ത ഒരാളെ നോക്കണം. ദിസ് ഈസ് എ പാരറ്റ് ഉണ്ട് അല്ലേ, ഇതൊരു പാരറ്റാണ്. ഇനി നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് വിച്ച് കളറാണ്? ഇറ്റ് ഈസ് ഗ്രീൻ എന്ന് എഴുതി കൊടുക്കാം. ദെൻ ഇറ്റ് ഹാസ് 2 വിങ്സ്, ഇതിന് എത്ര വിങ്സ് ഉണ്ട്? 2 തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് സെയിം തന്നെ എഴുതാം. ഇറ്റ് ഹാസ് 2 വിങ്സ്. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഇറ്റ് ഹാസ് 2 സ്മോൾ ഐസ്, അതും സെയിം തന്നെയാണ്. അപ്പോൾ ഇത് തന്നെ ഇവിടെ എഴുതുക. ഇറ്റ് ഹാസ് 2 സ്മോൾ ഐസ്. നെക്സ്റ്റ് നോക്കൂ, ഇറ്റ് ഹാസ് എ പീക്ക്, ഇതിനും പീക്കില്ലേ, പീക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അതന്നെ എഴുതി കൊടുക്കാം. ഇറ്റ് ഹാസ് എ പീക്ക്. ദെൻ ഇറ്റ് ഹാസ് എ ടൈൽ ഉണ്ടല്ലേ. അപ്പോൾ ഇതന്നെ സെയിം എഴുതി കൊടുക്കാം. നമുക്ക് ആകെ മാറ്റേണ്ടത് ഈ കളറ് മാത്രമേ ഉള്ളൂ അല്ലേ. ഇറ്റ് ഹാസ് എ ടൈൽ, കളർ മാത്രമേ നമ്മൾ മാറ്റിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നെക്സ്റ്റ് വൺ നോക്കൂ, ഇതെന്താണ്? ദിസ് ഈസ് എ പിജിയൻ. അപ്പോൾ നമുക്ക് പിജിയൻ എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, പിജിയൻ. ദെൻ ഇതിൻ്റെ കളർ എന്താണ് കൂട്ടുകാരെ? വൈറ്റ് കളർ ഉണ്ടാവും, ബ്ലാക്ക് ഉണ്ടാവും, ഗ്രേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വൈറ്റ് എഴുതാം അല്ലേ. സേ വൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ ബ്ലാക്ക് എന്നും എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൂട്ടുകാർ എഴുതേണ്ടത്. പിന്നെ ബാക്കിയെല്ലാം സെയിം ആണ്. 2 വിങ്സ് ഉണ്ട്, ലെഗ്സ് ഉണ്ട്, സ്മോൾ ഐസ് ഉണ്ട്, പീക്ക് ഉണ്ട്, ടൈലർ. അപ്പോൾ ഇതേ സെയിം തന്നെ നിങ്ങളിവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ കോൺവെർസേഷൻ ആണ്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ നിങ്ങൾ എന്താ കൂട്ടുകാരെ കാണുന്നത്? ഒരു കുട്ടി സൈക്കിളിൽ പോകുന്നുണ്ട്, മറ്റൊരു കുട്ടി കൈറ്റ് കൊണ്ട് ഇത് കളിക്കുന്നുണ്ട് അല്ലേ. എ ബോയ് ആൻഡ് എ ഗേൾ ആർ എൻഗേജ്ഡ് ഇൻ സം ആക്ടിവിറ്റീസ്. ആ ഗേളും ബോയും കുറച്ച് ആക്ടിവിറ്റീസിൽ ഇങ്ങനെ എൻഗേജ് ചെയ്തിട്ട് നിൽക്കുകയാണല്ലേ. വാട്ട് ആർ ദേ സേയിങ്? അവരെന്താ പറയുന്നേ? നമുക്ക് അറിയോ? ദ ലൈക്ലി ഡയലോഗ് ആർ ഗിവൺ ബിലോ, റൈറ്റ് ദം ഇൻ സ്യൂട്ടബിൾ പ്ലേസസ്. നമുക്കിവിടെ ഡയലോഗ് തന്നിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഐ ആം റൈഡിങ് ദ സൈക്കിൾ, ഐ ആം റൈഡിങ് ദ ബൈസിക്കിൾ. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ? ഇത് എഴുതേണ്ടത് ഇവിടെയാണ്. ഐ ആം റൈഡിങ് ദ ബൈസിക്കിൾ എന്ന് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ ഐ ആം ഫ്ലൈയിങ് ദ കൈറ്റ്. അതെവിടെ എഴുതേണ്ടത്? ഇവിടെയാണ്. അപ്പോൾ ഇത് ഐ ആം ഫ്ലൈയിങ് ദ കൈറ്റ് എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. ദ കൈറ്റ്. ഓക്കെ, അപ്പോൾ രണ്ടും ഡയലോഗ് ഇവിടെ തന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ഒന്ന് എടുത്ത് എഴുതിയാൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് എഴുതാം കേട്ടോ. ഇനി താഴെ നോക്കൂ, അടുത്തത് കോൺവെർസേഷൻ ആണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഐ ഹാവ് 20 സീറ്റ് എന്ന് പറയുന്നുണ്ട് ബസ്. അങ്ങനെയാണെങ്കിൽ കാർ എന്താ പറയുക? കാറ് പറയും ഐ ഹാവ്, എത്ര സീറ്റ് ഉണ്ട് കാറിന്? 3 സീറ്റ് അല്ലേ. ഐ ഹാവ് 3 സീറ്റ്സ് എന്ന് പറയും അല്ലേ. ഇനി അടുത്തത് നോക്കൂ, അടുത്തത് ഐ ഹാവ് 4 വീൽസ് എന്ന് കാറ് പറയുന്നുണ്ട്. അങ്ങനെ ബസ് എന്താ പറയുക? ബസ്സിന് എത്ര വീലുണ്ട്? 6 വീലുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എഴുതുക ഐ ഹാവ് 6 വീൽസ്. വീൽ എന്ന് പറഞ്ഞാൽ ചക്രം അല്ലേ. 6 വീൽസ് എന്ന് കൂട്ടുകാർ എഴുതുക. ഐ ഹാവ്. ദെൻ ബസ് പറയുന്നുണ്ട് ഐ ആം ബിഗ്. അപ്പോൾ കാർ എന്താ പറയുക? ഐ ആം സ്മോൾ എന്ന് പറയും അല്ലേ. ഐ ആം സ്മോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് സ്പെല്ലിംഗ് ഒക്കെ പഠിച്ച് പോവുക. ചെറിയ കുഞ്ഞു സെൻറ്റൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പഠിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു മോഡൽ പേപ്പറും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നിങ്ങൾക്ക് മോഡൽ പേപ്പറും ആക്ടിവിറ്റീസും ഒക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.